എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തോ കത്ത്? ഞാൻ തിരിച്ച് ആ ചേട്ടന് എഴുതി, ചേട്ടാ ഇവിടെ ധ്യാനത്തിന് പോകുന്ന ചേട്ടാ ഇങ്ങനെ ഒന്നും എഴുതരുതെന്നൊക്കെ ഉപദേശം പറഞ്ഞ് എഴുതിയെന്ന്. തെറ്റ്. ഞാൻ ആ സിമിത്തേരിലേക്ക് കയറി ചെന്ന വഴി ഈ ആശേരി കുനിഞ്ഞ് നിന്ന് കോലരി കൊണ്ട് സിമന്റ് ചട്ടിന് കുറച്ച് കൂടുതൽ സിമന്റ് എടുത്തിട്ട് ഈ കല്ലറയുടെ 2 പള്ളയിലേക്ക് ശക്തിയിൽ അടിച്ചുകൊണ്ടൊരു കമന്റ് പറഞ്ഞു, അച്ചോ നല്ല കട്ടിയിൽ തേച്ചു വിടുന്നുണ്ട് 2 സൈഡും. കാരണം മാപ്പിളമാർ ഏതമാന്തി പഠിച്ചവർ ഇവിടെ വരുമ്പോൾ ഇവിടെ കിടന്ന് മാന്താണ്ടിരിക്കാനാണ്. സർവാധിപനം കർത്താവെന്ന് പാട്ട് പാടുമ്പോഴാണ് അവരുടെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കാം. എന്നിട്ട് ഒരു വരവുണ്ട്, സർവാധിപന കർത്താവെന്ന് പറഞ്ഞിട്ടൊരു വരവുണ്ട് ആ ചേച്ചി. സാർ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാനൊരു ശവത്തിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അയാൾ അടുത്ത്. അപ്പൊ ഞാൻ അയാൾ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ എന്നിട്ട് പറയണി. പാപം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. ഏതൊക്കെയാണ് പ്രമാണങ്ങള്? 10 പ്രമാണങ്ങള് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 3, 7, 8, 12, 13, 14, 15, 16, 17, 17b ഈ തിരുവചനങ്ങളിലാണ് ദൈവം നമുക്ക് 10 പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. 1-ാം പ്രമാണം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനം. 2-ാം പ്രമാണം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനം, 3, 8. പിന്നെ 4-ാം പ്രമാണം 12-ാം തിരുവചനം. 5-ാം പ്രമാണം 13-ാം തിരുവചനം. 6-ാം പ്രമാണം 14-ാം തിരുവചനം. 7-ാം പ്രമാണം 15-ാം തിരുവചനം. 8-ാം പ്രമാണം 16-ാം തിരുവചനം. 9-ാം പ്രമാണം 17a. 10-ാം പ്രമാണം 17b. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 3, 7, 8, 12, 13, 14, 15, 16, 17, 17b. ഇങ്ങനെയാണ് 10 പ്രമാണങ്ങള് പഴയ നിയമത്തില് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ 10 പ്രമാണങ്ങള് ഈശോ 10 പ്രമാണങ്ങൾക്കും പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്, പുതിയ നിയമ കാലഘട്ടത്തിലാണ്. ഈ 10 പ്രമാണങ്ങളെയും യേശു നൽകിയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടിലൂടെ നോക്കി കാണണം നമ്മൾ. 1-ാം പ്രമാണം, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നമ്മളൊരു വിഗ്രഹാരാധന നടത്താൻ പോയാൽ മാത്രമല്ല ഈ പ്രമാണം ലംഘിക്കുന്നത്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് പണമോ ഒരു വസ്തുവോ ഒരു വ്യക്തിയോ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ ഈ പ്രമാണ ലംഘനമായി. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പണത്തോടാണെങ്കിലും വ്യക്തികളോടാണെങ്കിലും വസ്തുക്കളോടാണെങ്കിലും ദൈവത്തെക്കാൾ സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെ പണത്തെക്കുറിച്ച് എങ്ങനെ കാശുണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് എങ്ങനെ ആ വ്യക്തി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വസ്തു ഇതൊക്കെ കയറി വന്നാൽ വിഗ്രഹാരാധനയുടെ ഭാഗമായിട്ട് മാറും. അപ്പം ഞാൻ ദൈവത്തിന് ഏറ്റവും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സ്ഥാനം എൻ്റെ ജീവിതത്തിൽ കൊടുക്കണം. 1-ാം പ്രമാണം പാലിക്കണമെങ്കിൽ. 2-ാം പ്രമാണം, കർത്താവിന് നാമം വൃഥാ പ്രയോഗിക്കരുത്. ഇപ്പൊ ബസ്സിൽ കയറി, നല്ല തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ ചിലർ ആരോ കാലുമ കയറി ചവിട്ടി ഉടനെ തന്നെ ഈശോ, എന്ത് ചവിട്ടണേ? ആ ഈശോ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാനുള്ളതല്ല. ദൈവത്തിന്റെ നാമം വളരെ പൂജ്യമായിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ വസ്തുക്കള്, ബൈബിള്, വീട്ടിൽ കൊന്ത നമസ്കാരം കഴിഞ്ഞ് ആരാ ബൈബിൾ വായിക്കുന്നേ? നീ വായിക്കും. അപ്പൊ ബൈബിൾ കൊടുത്തിട്ട് അതെ നീ എടുത്തിട്ട് കൊടുക്കാനുള്ളതല്ല. ബൈബിൾ വളരെ പൂജ്യമായിട്ട് ഉപയോഗിക്കണം. ക്രൂശിത രൂപം അല്ലെങ്കിൽ കുരിശു രൂപങ്ങൾ, വിശുദ്ധ രൂപങ്ങൾ. നമ്മൾ ഈ ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ വിശുദ്ധ വസ്തുക്കള് അതൊക്കെ വളരെ പൂജ്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈ കൽപ്പന പാലിക്കുന്നവരാണ് നമ്മളെന്ന് പറയാൻ സാധിക്കുകയില്ല. 3-ാമത്തെ പ്രമാണം, കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. എങ്ങനെ ആചരിക്കുക? ഞാൻ പറയാം, ഞായറാഴ്ച ദിവസങ്ങള് നന്നായിട്ട് യോഗ്യതയോടെ ദിവ്യബലിയിൽ പങ്കുചേരണം. ഈ ദിവ്യബലിയിൽ പങ്കുചേരുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. പലരും കുർബാനയ്ക്ക് നേരം വൈകി വരുന്നു. ഇത്രയും വലിയൊരു കാര്യമാണ് കുർബാന എന്ന് അറിഞ്ഞ് എങ്ങനെ നേരം വൈകി വരാൻ സാധിക്കുന്നത്? ഞാനിതൊരു പള്ളിയുടെ തൊട്ട് മുൻഭാഗത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലൊരു ചേർത്തി എല്ലാ ദിവസവും നേരം വൈകി വരുള്ളൂ. കൃത്യം ഈ സർവാധിപനം കർത്താവെന്ന് പാട്ട് പാടുമ്പോഴാണ് അവരുടെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കാം. എന്നിട്ട് ഒരു വരവുണ്ട്, സർവാധിപനം കർത്താവെന്ന് പറഞ്ഞിടത്തൊരു വരവുണ്ട് ആ ചേച്ചി. റെഗുലർലി ഇറഗുലർ എന്ന് പറയില്ലേ, ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേക കാരണം കൊണ്ട് വൈകുന്നതല്ല. അപ്പൊ യുവജനങ്ങൾ അവിടുത്തെ പിള്ളേര് ആ ചേച്ചിനെ വിളിക്കുക, അതേ സർവാധിപനം കർത്താവ് വരുന്നതാണ്. ഞാൻ പറയാ,
നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ കുർബാനയ്ക്ക് മുമ്പ് പള്ളിയിൽ ഒന്ന് ഒരുങ്ങണം. ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ഒരുങ്ങി സജീവമായിട്ട് ബലിയിൽ പങ്കുചേരണം, കുർബാനയിൽ സജീവമായി പങ്കുചേരണം. കർത്താവിൻ്റെ ദിവസമായി പരിശുദ്ധമായി ആചരിക്കുക എന്ന് പറയുമ്പോൾ സജീവമായി പങ്കുചേരുക. കുറച്ച് സമയം ബൈബിൾ വായിക്കാൻ, കർത്താവിൻ്റെ വചനം എത്ര വലിയ നിധിയാണ് ബൈബിളിൽ. അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, പൊടി പിടിച്ചിരിക്കുക. ബൈബിൾ വായിക്കണം. കുറച്ച് സമയം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അപ്പോൾ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ കണ്ടെത്തണം, ബൈബിൾ വായിക്കാൻ കണ്ടെത്തണം, പിന്നെ വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കുചേരണം, തുടക്കം മുതൽ ഒടുക്കം വരെ. ഇനി 4ാമത്തെ പ്രമാണം, മാതാപിതാക്കളെ ബഹുമാനിക്കുക. ഞാനൊരു ഇടവകയിൽ ഇരുന്നപ്പോൾ ആ വീട്ടിൽ, ഞാനെപ്പോഴും വീടുകൾ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ മരുമകള്, അവിടുത്തെ മകൻ ഗൾഫിൽ ജോലി ചെയ്യാണ്. മരുമകൾ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അപ്പനോടെ കിടക്കുന്നുണ്ട് ഒരു മുറിയിൽ. അപ്പോൾ അവരുടെ വീടാണെങ്കിൽ ഇങ്ങനെ അടുക്കള ഏറ്റവും പുറകിൽ, ഫ്രണ്ടിൽ റിസപ്ഷൻ റൂം, സൈഡിലൊരു ഇടനാഴിയുണ്ട്. കോളിംഗ് ബെല്ല് ആരോ അടിച്ചപ്പോൾ ഇവള് ഇടനാഴികയിലൂടെ അടുക്കളയിൽ നിന്ന് റിസപ്ഷൻ റൂമിലേക്ക് നടന്നു വരികയാണ്. ആ വഴിക്ക് വല്യപ്പൻ ആ സൈഡിൽ കിടക്കുന്ന മുറിയിൽ നിന്ന് ഒരു മുണ്ടമടി, നീളമുള്ളൊരു വടി ഇങ്ങനെ ഇടനാഴിയിലേക്ക് വെച്ചു. ഇവള് തട്ടിമറിഞ്ഞ് വീണില്ല, തട്ടി സമ്മർസോട് ചാടി പോയിട്ട് ഫ്രണ്ടിൽ ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ആരാ വന്നതെന്നൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ വല്യപ്പനെ മുറി കയറി ഒരു പരപ്പ് ചീത്ത പറഞ്ഞു. അതായത് ഭർത്താവിൻ്റെ അപ്പൻ, 90 വയസ്സ് പ്രായമുണ്ട്. അത് കഴിഞ്ഞ് ഇവള് തിരിച്ചു പോയി. ഞാൻ ആ വീട് സന്ദർശിച്ച് ചെന്നപ്പോൾ ഇവള് എന്നോട് പറഞ്ഞു, അന്ന് ഞാനവിടെ വികാരിയായിരുന്നു, അച്ഛാ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എല്ലാ നേരവും ഭക്ഷണം കൊടുക്കും കൃത്യമായിട്ട്, എന്നിട്ട് അയാൾ എന്നെ വടി വെച്ച് വീഴ്ത്താൻ നോക്കിയിരിക്കുന്നു. അപ്പം ഞാൻ ആ മുറി ചെന്ന് ആ വല്യപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, വല്യപ്പ മരുമോളി ശരിക്കും നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട് അച്ഛാ. നേരം ഭക്ഷണം തരുന്നുണ്ടോ? ഭക്ഷണം തരുന്നുണ്ട് അച്ഛാ. പിന്നെ എന്തായാലും വല്യപ്പന് വടി വെച്ച് അവൾ വീഴ്ത്താൻ പോയി എന്ന് പറഞ്ഞു. അതും ശരി അച്ഛാ, ഞാൻ ചെയ്തു. അച്ഛാ എനിക്ക് ഉറക്കല്ല, പകല് മുഴുവൻ ഇങ്ങനെ കിടക്കുക, വൈകുന്നേരം ഇങ്ങനെ തന്നെ കിടക്കുക, എനിക്ക് നടക്കാൻ പറ്റില്ല. അവളും പിള്ളേരും കൂടി ഉണ്ട്. ഒരാള് എന്നെ തിരിഞ്ഞു നോക്കത്തില്ല, ഇവിടെ വരത്തില്ല, സംസാരിക്കത്തില്ല. നേരെ ഭക്ഷണം കൊണ്ടുപോയി പോകും. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്കറിയാം. ഞാനൊരു വടി വെച്ച് വീഴ്ത്താൻ പോയപ്പോഴും അവള് തിരിച്ചു വന്ന് കുറെ ചീത്ത പറഞ്ഞു എന്നെ. അച്ഛാ ചീത്തങ്ങ ചീത്ത, തെറിയങ്ങ തെറി, ഒരാളുടെ മനുഷ്യന്റെ സംസാരം കേൾക്കാമല്ലോ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. നമ്മുടെ വീടുകളിൽ പ്രായമായ ആളുകളെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, പൊന്നു പോലെ നോക്കുന്നുണ്ടെന്ന് പറയും ചിലവര്. പൊന്നെവിടെ വയ്ക്കുക? ലോക്കറിൽ വെച്ച് പൂട്ടും. അതുപോലെ സൈഡ് ചായ്പിൽ കൊണ്ട് വെച്ചിട്ട് വാലടച്ചിട്ട് പോരുന്നല്ല. മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കണം. മാതാപിതാക്കളെ സ്നേഹിക്കാത്തവന്, ബഹുമാനിക്കാത്തവന്റെ കണ്ണുകൾ മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കുന്നതൊക്കെ ഒരു തിരുവചനം ഞാൻ പണ്ട് വായിച്ചത് ഓർക്കുന്നുണ്ട്. അപ്പം മാതാപിതാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാമത്, കൊല്ലരുത്. ഗർഭചിത്രം അത് വലിയ തിന്മയാണ്. ഉദരത്തിലിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുക, അറവശാലയാക്കി മാറ്റുക. ഗർഭപാത്രം ദൈവം നൽകി വലിയ അനുഗ്രഹത്തിന്റെ സ്ഥലം അറവശാലയാക്കി മാറ്റുക, തെറ്റ്, അരുത്. ഇനി ഫിസിക്കലായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക. ഞാൻ പറയും, മൃഗങ്ങളെ പോലും വേദനിപ്പിക്കുന്നത് ഈ കൽപ്പനയുടെ അതിർത്തിയിൽ വരുന്നതാ. ഒരു ആട് നടന്നു പോവാണ്, ഒരു കൊച്ചു നോക്കിയപ്പോൾ 4 കാലുമ പോണ ആട് ഒരു കല്ലെടുത്ത് ഒറ്റയേറ്, അപ്പൊ പിന്നെ 3 കാലുമ ആട് പോകാന്ന് പറയുമ്പോൾ കാണാൻ നല്ല രസം. വെറുതെ അതിന് വേദനിപ്പിച്ചാൽ അതും കൂടി കൽപ്പനയുടെ പരിധിയിൽ വരുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഒരു ആടിനെ കൊന്ന് ഭക്ഷിക്കാം, പക്ഷേ ആവശ്യമില്ലാത്തതിന് വേദനിപ്പിക്കുന്നതുവരെ, ഈ ഒരു മൃഗത്തെ പോലും വേദനിപ്പിക്കുന്നവരെ ഈ പ്രമാണത്തിന്റെ അതിർത്തിയിൽ വരുന്ന ഞാൻ ചിന്തിക്കുന്നത്. തന്നെയല്ല, ഏറ്റവും വലിയ ആയുധം മറ്റുള്ളവർ കൊലപാതകം ചെയ്യുന്നത് നമ്മുടെ നാവാണ്. ജീവിക്കാൻ പോലും പറ്റാത്ത ചില വാക്കുകൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇട്ട് പാരവെക്കാം. വളരെ ശ്രദ്ധിക്കണം. കൊല്ലരുത്, മറ്റൊരാൾ മുറിവേൽപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. 6ാമത്തെ പ്രമാണം, വ്യഭിചാരം ചെയ്യരുത്. ഈശോ പറയുന്നു, വിഷയാസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ പോലും അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞെന്ന്. ചിന്ത, വാക്ക്, പ്രവൃത്തി, ഈ തലങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ചിലർ ഒത്തിരി സ്ക്രൂപ്ലസ് ആണ്. അയ്യോ എനിക്കൊരു അശുദ്ധ ചിന്ത വന്നല്ലോ, എൻ്റെ ജീവിതമാകെ വിശുദ്ധിയാകെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ഓവറാണ്. നമ്മൾ ഈ റോട്ടിക്കൂടെ ചില തോട്ടി പെണ്ണുങ്ങൾ, സ്ത്രീകൾ നടക്കുന്ന കണ്ടിട്ടില്ല. അവർ ഈ ചെളി പിടിച്ച റബ്ബറിൻ്റെ ചെരുപ്പൊക്കെ എടുത്ത് ഒക്കെ ചാക്കിലാക്കിയിട്ട് കൊണ്ടുപോയി വിറ്റ് നല്ല പുത്തൻ നോട്ടാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അശുദ്ധമായ ചിന്ത ആയിക്കോട്ടെ, സാറില്ല, അതിനൊക്കെ പ്രാർത്ഥനയാക്കി മാറ്റാം. ദൈവമേ, ഈ ചിന്തകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അത് പ്രാർത്ഥനയായി മാറി, പുത്തൻ നോട്ടായി മാറി. അല്ലാതെ അതിനെക്കുറിച്ച് അയ്യോ ഞാൻ എന്തിനും എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല.
അതുപോലെ വാക്കുകൾ സൂക്ഷിക്കണം, പ്രവൃത്തികൾ. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയം അശുദ്ധമാക്കാൻ പാടില്ല. ഇനി ഞാൻ ഈ സ്ഥലത്തിൽ പറയും, നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പഠിക്കണം, കോമ ഇടരുത് ചില കാര്യങ്ങളിൽ. ഒരു വിവാഹം ചെയ്തൊരു പെണ്ണ്, അവൾക്ക് വേറൊരു ചെറുക്കൻ എഴുത്തെഴുതി, എന്താ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു പ്രേമക്കത്ത് എഴുതി. എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്ത് ചെയ്തോ കത്ത്? ഞാൻ തിരിച്ച് ആ ചേട്ടന് എഴുതി, ചേട്ടാ ഇവള് ധ്യാനത്തിന് പോകുന്ന, ചേട്ടാ ഇങ്ങനെയൊന്നും എഴുതരുതെന്നൊക്കെ ഉപദേശം പറഞ്ഞ് എഴുതിയെന്ന്. തെറ്റ്. ആ എഴുത്ത് കീറി കളഞ്ഞിട്ട് ഒരു മറുപടിയും കൊടുക്കണ്ട, ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഔട്ട് ഓഫ് ദ വേ പോകുമ്പോൾ അത് ഇല്ലാതാക്കണമെങ്കിൽ കോമിട്ട് നിർത്താൻ നോക്കിയാൽ നിൽക്കില്ല, ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോൾ വ്യഭിചാര കുറ്റത്തിൽ നമ്മൾ വീഴരുത്. ചിന്ത, വാക്ക്, പ്രവൃത്തി ശ്രദ്ധിക്കണം. ഇനി മോഷ്ടിക്കരുത്. എൻ്റെ അവിടെ ഒരു പാവപ്പെട്ട സ്ത്രീ പലരും സഹായിച്ച് ഒരു 50,000 രൂപയുടെ ആകെ ആ സ്ത്രീയുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ആരോ വിളിച്ചു പറഞ്ഞു, 2 ബാങ്ക് തമ്മിൽ ജോയിൻ്റ് ആവാൻ പോവാണ്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും തരാൻ പറഞ്ഞു. ഈ പാവം സ്ത്രീ വിശ്വസിച്ച് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ അക്കൗണ്ടിൽ പൈസയില്ല, തട്ടിച്ചെടുത്തു. മറ്റുള്ളവൻ്റെ പണം അപഹരിച്ചാൽ അതൊന്നും ജീവിക്കാൻ നമുക്ക് ശരിക്കും ജീവിതത്തിന് സഹായകമായി കിട്ടത്തില്ല. മോഷ്ടിക്കരുത്. നമുക്ക് അന്യൻ്റെ പണം വേണ്ട, അന്യൻ്റെ വസ്തുക്കൾ വേണ്ട. പിന്നെ കള്ളസാക്ഷ്യം പറയരുത്. ചിലപ്പോൾ വായെടുത്താൽ നുണ പറയുള്ളൂ, ഒരു മടിയില്ല. ഞാനും വേറൊരാളും കൂടി, എൻ്റെ അവിടെ ഒരാൾ മരിച്ചപ്പോൾ ആ ആളുടെ ബോഡി നാട്ടിലേക്ക് ആംബുലൻസിൽ പോയി, വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആളുടെ ശവസംസ്കാരത്തിൽ പങ്കുചേരാനായിട്ട് ഞാൻ ചെന്നൈയിലാണ്, അവിടുത്തെ ഒരു ഓഫീസറും കൂടി ട്രെയിനിൽ യാത്ര ചെയ്യണം. ഞങ്ങൾ ട്രെയിനിൽ അവിടുന്ന് യാത്ര ആരംഭിച്ച് കാട്ട്പാടി വരെ എത്തി. ആ കാട്ട്പാടി എത്തി ഞാനും അയാൾ മാത്രമാണ് ഇങ്ങനെ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത്. ഉടനെ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ അദ്ദേഹം ഫോൺ വിളിക്കുകയാണ്. ഹലോ, എങ്ങോട്ടാ പോണേ? നിങ്ങൾ എവിടെ പോ? ഞാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അല്ല, അത്യാവശ്യ കാര്യം ഉടനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ പറയാണ്, സാർ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാനൊരു ശവത്തിൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയെന്ന്. ഞാൻ മാത്രമേ ഉള്ളൂ അയാൾ അടുത്ത്. അപ്പം ഞാൻ അയാൾ തോട്ടിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിട്ട് പറയണമെന്ന് വെച്ചു കൈകൊണ്ടിങ്ങനെ. പച്ചക്കള്ളം പറയാൻ ഒരു മടിയില്ല, ശവത്തിനോട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ കള്ളസാക്ഷ്യം പറയരുത്, നുണ പറയരുത്. തല തന്നെ പോയാലും നുണ പറയരുത്, നേരെ വാ നേരെ പോ. ഇനി അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കോരമ്പലയിൽ എന്ന് പറഞ്ഞ പലയുണ്ട്. അദ്ദേഹം രാത്രി സിനിമ കണ്ട് വെള്ളമടിച്ചിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോവാണ്, ഈ ജയലളിതയൊക്കെ കണ്ടിട്ട്, ഇത്രയും ഭംഗിയുള്ള പെണ്ണിനെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയുടെ മോന്ത കാണുമ്പോൾ ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നുന്നു. കമ്പയർ ചെയ്യുന്നുണ്ടോ? സിനിമ നടിയായിട്ട് കമ്പയർ ചെയ്യണം എൻ്റെ ഭാര്യയാണ്. നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന ഭാഗ്യമാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ലീവ് വിത്ത് ദാറ്റ് പേഴ്സൺ. അന്യൻ്റെ വസ്തുക്കൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അന്യൻ്റെ വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സ്വസ്ഥത ഉണ്ടാക്കില്ല. ആരെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ്, നമ്മുടെ വയറ് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോക്ടറുടെ ഒരു സൂചി അതിൽ എടുക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പറയോ, നീ രക്ഷപ്പെട്ടിരിക്കുന്ന നേട്ടമായി, ഒരു സൂചി കിട്ടിയെന്ന് പറയും. അത് എൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നവരെ എനിക്ക് കടുത്ത വേദനയായിരിക്കും. അപ്പോൾ അനധികൃതമായ സ്വത്ത് എൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അത് പോകുന്നവരെ എനിക്ക് അസ്വസ്ഥതയായിരിക്കും. നമ്മളെക്കുറിച്ച് ചെറിയ കളിയാക്കി പറയുന്നൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാനൊരു ഇടവകയിൽ കൊച്ചച്ഛനായിരുന്ന കാലത്ത് സിമിത്തേരി പണി നടന്നുകൊണ്ടിരിക്കുക. ഞാനപ്പോൾ സിമിത്തേരിയിലേക്ക് രാവിലെ പണി നടക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ഓർമ്മ അനുസരിച്ച് ചന്ദ്രൻ അവൻ്റെ പേര്, ചന്ദ്രൻ എന്ന് പറയുന്നൊരു കല്ലാശ്ശേരി ഒരു കല്ലറയുടെ ഉള്ളിൽ ഇറങ്ങി തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ചെല്ലുന്ന നേരത്ത്, നിങ്ങൾക്കറിയാം നമ്മുടെ അന്ന് ഗ്രാമങ്ങളിലൊക്കെ എതത്തർക്കം, എൻ്റെ ഭൂമി വീതി കൂട്ടാൻ വലിപ്പം കൂട്ടാനായിട്ട് ഞാൻ അടുത്ത ഭൂമിയിൽ നിന്ന് കുറച്ച് മാന്തി എടുക്കുക. എതമാന്തൽ, എതത്തർക്കം പണ്ട്, ഇപ്പോഴൊന്നും അതില്ല, പണ്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സിമിത്തേരിയിലേക്ക് കയറി ചെന്ന വഴി ഈ ആശേരി കുനിഞ്ഞ് നിന്ന് കോലരി കൊണ്ട് സിമൻറ്റ് ചട്ടിയിൽ നിന്ന് കുറച്ച് കൂടുതൽ സിമൻറ്റ് എടുത്തിട്ട് ഈ കല്ലറയുടെ 2 പള്ളയിലേക്ക് ശക്തിയിൽ അടിച്ചുകൊണ്ട് ഒരു കമൻറ്റ് പറഞ്ഞു, അച്ചോ നല്ല കട്ടിയിൽ തേച്ച് വിടുന്നുണ്ട് 2 സൈഡും. കാരണം മാപ്പിളമാർ ഏതമാന്തി പഠിച്ചവർ ഇവിടെ വരുമ്പോൾ ഇവിടെ കിടന്ന് മാന്താണ്ടിരിക്കാനാണ്. ഞാൻ നാണം കെട്ടി ഞാൻ അങ്ങനെ തിരിച്ചു പോയി, ആരുടെ അടുത്തേക്ക് പോയില്ല. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിൽ അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കാനായിട്ട് അനധികൃതമായ രീതിയിലുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്.
10 പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യേശു നൽകിയിരിക്കുന്ന മാനങ്ങളിലൂടെ പ്രമാണങ്ങൾ നോക്കി കണ്ടുകൊണ്ട് പുറപ്പാട് ദിവസം 20 അധ്യായം 3, 7, 8, 12, 13, 14, 15, 16, 17, 17b ഈ 10 പ്രമാണങ്ങൾ യേശുവിൻ്റെ മാനങ്ങളോട് നോക്കിക്കണ്ട് പാലിക്കാനും അങ്ങനെ പാപത്തോട് വിട പറയാനും നമുക്ക് സാധിക്കണം. ഞാൻ ഒന്നുകൂടി സൂചിപ്പിച്ചോട്ടെ, പാപബോധം നമുക്ക് ഉണ്ടാകണം അങ്ങനെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ കുറ്റബോധം ഉണ്ടാകരുത്, നിരാശ വരരുത്. പാപബോധത്തോടുകൂടി തിരുത്താൻ തയ്യാറാവുക. കുംഭസാരം എന്ന കുദാശയിലൂടെ പാപങ്ങൾക്ക് മോചനം നേടി പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ട് യേശുവിൻ്റെ മക്കളായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.